ആരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ഒരാൾ പോലും ചേർന്ന് നിൽക്കാനില്ലെങ്കിലും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് യേശു കൂടുണ്ടെന്ന് കേൾക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ? ഒറ്റപ്പെടൽ വരുമ്പം കാൽവറിയിലേക്കൊന്ന് നോക്കിയാൽ മതി. നെഞ്ചത്തോട്ട് ചേർന്നിരുന്ന യോഹന്നാൻ ഓടിക്കളഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി ചാവാം, നിനക്ക് വേണ്ടി തടവിലാകാം എന്ന് പറഞ്ഞ പത്രോസും കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. എന്തിനാ? കൂടെ പണസഞ്ചിയുമായിട്ട് കൂടെ നടന്ന് അതിനകത്തെ ട്രഷറും കർത്താവിനെ ഒറ്റി. കൂടെ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. അപ്പം കൊടുത്തവർ കർത്താവിനെ വിട്ട് ഓടിക്കളഞ്ഞു. കർത്താവിൽ നിന്ന് നന്മ അനുഭവിച്ചവർ ഒരെണ്ണവും കർത്താവിന്റെ കൂടെ നിന്നില്ല. കർത്താവിൽ നിന്ന് സൗഖ്യം അനുഭവിച്ചവർ കർത്താവിനെ വിട്ട് മാറിക്കളഞ്ഞു. ക്രൂശിക്കിടക്കുമ്പോഴും ഇടതും വലതും കിടക്കുന്നത് കള്ളന്മാരാണ്. ഒറ്റപ്പെടലിന്റെ ഭീകരതയ്ക്ക് ഇതിലും വലിയ ദൃഷ്ടാന്തം വേണോ? പക്ഷേ കർത്താവ് അവിടെ ഒറ്റപ്പെട്ടത് എന്തിനാണെന്നറിയാവോ? ഒന്നുകൂടെ പറയുമ്പോ സത്യം പറഞ്ഞ ഹൃദയം പിടയുക. കർത്താവിന്റെ ഏറ്റവും പ്രിയനായ സ്വന്തം പിതാവ് പോലും കൈവിട്ടിട്ട് ഇതുപോലെ ലോൺലിനെസ്സിന് ഒരു പര്യായമില്ല. കാൽവരി ക്രൂശിൽ കർത്താവ് തൂങ്ങിക്കിടക്കുക. പക്ഷേ ഇതെല്ലാം അനുഭവിച്ചത് എന്നെ സ്നേഹിതനാക്കാനാണ്.